ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 35-ാം അധ്യായം നമ്മളിന്ന് വായിക്കുക. അത് വായിക്കുമ്പോൾ ഞാൻ സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട തിരശ്ശീലയെക്കുറിച്ച് അല്പസമയം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ക്രമമായി ഓരോ അധ്യായങ്ങൾ വായിച്ചു പോവുക. 35-ാം അധ്യായം ഇന്ന് വായിക്കണം. ഈ തിരശ്ശീല വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധമായ സ്ഥലവും തമ്മിൽ വേർതിരിച്ചിരുന്ന ഒരു തിരശ്ശീലയാണ്. ഇതുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചത് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ എന്നിവയാണ്. അത് 3 കാര്യങ്ങളെയാണ് ഈ നൂലുകൾ സൂചിപ്പിക്കുന്നത്. നീലനൂൽ ആകാശത്തെ ആണ് ഇത് സൂചിപ്പിക്കുന്നതെങ്കിൽ ധൂമ്രനൂല് രാജ്യത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചുവപ്പ് നൂല് കർത്താവിൻ്റെ ആ പീഡാനുഭവത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതോട് ചേർന്ന് പിരിച്ചതായ പഞ്ഞിനൂലുണ്ട്, അത് അതിൻ്റെ സൈഡിലുമുണ്ട്. ഈ പ്രധാനപ്പെട്ട ഈ 3 നൂലുകൾ കൊണ്ട് അവിടെ ഒരു തിരശ്ശീല ഉണ്ടാക്കി വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിച്ചിരുന്നു. അതിൽ കെരൂബുകളുടെ രൂപം കൊത്തിവെച്ചിരുന്നു, അല്ലെങ്കിൽ അതിലെ തുന്നിച്ചേർത്തിരുന്നു. ഏതെന്ന പർദീസായിലേക്ക് പാപം ചെയ്ത മനുഷ്യൻ വീണ്ടും കയറാതിരിക്കുവാൻ അവിടെ മാലാഖന്മാരെ അല്ലെങ്കിൽ കെരൂബുകളെ കാവൽ ഏർപ്പെടുത്തി. ആയതുപോലെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഇപ്പോൾ ആർക്കും പ്രവേശനമില്ല. അത് സ്വർഗരാജ്യത്തിൻ്റെ പൂർണ്ണതയാണല്ലോ അത് സൂചിപ്പിക്കുന്നത്. ആർക്കും അവിടെ കാണാൻ സാധിക്കുകയില്ല. മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ അവിടെ പ്രവേശിക്കുന്നതായ സമയത്ത് അദ്ദേഹത്തിൻ്റെ അരയിൽ ഒരു ചരട് കെട്ടിയാണ് അദ്ദേഹം അതിവിശുദ്ധ സ്ഥലത്തെ പ്രവേശിച്ചിരുന്നത്. അവിടെ നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ എന്തെന്ന് ജനത്തെ അറിയിച്ചിരുന്നു. അവിടെ അവർ പ്രവേശിക്കുമ്പോൾ ധരിച്ചിരുന്നത് വളരെ ലോലമായ വസ്ത്രങ്ങളാണ്. എന്നാൽ പുറത്ത് ജനത്തിന് മുൻപാകെ വരുമ്പോൾ അവർ ധരിച്ചിരുന്നത് വലിയ ആർഭാടമുള്ള വസ്ത്രങ്ങളാണ്. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ താഴ്മയോടും വിനയത്തോടും എളിമയോടും നിൽക്കുക എന്നുള്ളതാണ് ഇത് നൈർമല്യമുള്ള ആ വസ്ത്രത്തിൻ്റെ തന്നെ അടയാളം. ആ സ്ഥലത്ത് വെച്ച് ദൈവത്തിന് വിരോധമായിട്ടുള്ള ചിന്തകളോ അശുദ്ധ ചിന്തകളോ മഹാപുരോഹിതനെ ബാധിച്ചാൽ അദ്ദേഹം അവിടെ വീണ് മരിച്ചു പോവുകയും, അങ്ങനെ വന്നാൽ ആർക്കും അവിടെ പ്രവേശിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ മൃതശരീരം എടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അരയിൽ അന്ന് ചരട് കെട്ടി അവർ അവിടെ പ്രവേശിച്ചിരുന്നത്. നമുക്കറിയാം, സക്കറിയ പുരോഹിതനും യോഹന്നാൻ്റെ പിതാവായ സക്കറിയ പുരോഹിതനും ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ക്രമപ്രകാരം അതിവിശുദ്ധ സ്ഥലത്ത് ദൈവഹിതം അറിയാൻ വേണ്ടി വർഷത്തൊരിക്കൽ പ്രവേശിച്ചപ്പോഴാണല്ലോ യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് അദ്ദേഹത്തിന് അവിടെ ലഭിക്കുന്നത്. അവിടെ വെച്ച് അദ്ദേഹം അത് അവിശ്വസിച്ചു. വൃദ്ധനായ എനിക്കിനി എങ്ങനെ മക്കൾ ജനിക്കും? അതുകൊണ്ട് അദ്ദേഹം പിന്നീട് സംസാരശേഷി നഷ്ടപ്പെട്ടതായും പിന്നീട് യോഹന്നാൻ്റെ ആ ജനനം വരെയും സംസാരശേഷിയില്ലാതെ ജീവിച്ചെന്നും യോഹന്നാനെ ദേവാലയത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് യോഹന്നാൻ എന്ന് പേര് പറഞ്ഞ് അദ്ദേഹം അപ്പോൾ തന്നെ സംസാരശേഷി അദ്ദേഹത്തിന് തിരികെ ലഭിച്ചതൊക്കെയും നമ്മൾ വിശുദ്ധ ബൈബിളിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ഇത് വായിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ ദേവാലയത്തിൻ്റെ തിരശ്ശീല മുകൾ മുതൽ അടിവരെയും ചീന്തിപ്പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. തിരശ്ശീല ചീന്തിയതിൻ്റെ അർത്ഥം ആ വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു എന്ന് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നതാണ്.
അതായത് വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിലുള്ളതായ വേർപാട്. ഇന്ന് മനുഷ്യന് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം സാധ്യമായി. പഴയ നിയമത്തിൽ ആ പ്രവേശനം ഒരിക്കലും സാധ്യമല്ല. അത് കാണിക്കാൻ വേണ്ടിയാണ് ആ തിരശ്ശീല അവിടെയുള്ളത്. പുതിയ നിയമത്തിൽ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം വാതിൽ നമുക്ക് വേണ്ടി അവിടെ തുറക്കപ്പെട്ടു. പറുദീസയുടെ വാതിലുകളും അവിടെ തുറക്കപ്പെട്ടു. അതുകൊണ്ടാണ് കർത്താവ് അനുദപിച്ചതായ തന്നോട് ഒപ്പം ക്രൂശിക്കപ്പെട്ട് അനുദപിച്ച കള്ളനോട് പറഞ്ഞത്, നീ എന്നോടുകൂടെ പറുദീസായിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ പഴയ നിയമത്തിലെ ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ യാഗങ്ങളോ കൊണ്ടോ ഒന്നും ആർക്കും സ്വർഗരാജ്യ പ്രവേശനം സാധ്യമായിരുന്നില്ല. എന്നാൽ നമ്മുടെ കർത്താവ് വന്ന് അതിൻ്റെയൊക്കെ പൂർത്തീകരണമായി കാൽവറി യാഗത്തിലൂടെ ആ പ്രവേശനം നമുക്ക് സാധ്യമാക്കി തന്നു. ആ വേർപാടിൻ്റെ നടിച്ചുവർ നീക്കിക്കളഞ്ഞു. എബ്രായ ലേഖനം 10-ാം അധ്യായം 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമ്മളത് വായിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാവും. പൗലോസ്ലീഹ ഈ കാര്യങ്ങളെപ്പറ്റി പറയുന്നത് അവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ക്രിസ്തു ഇത് നമുക്ക് സാധിച്ച് തൻ്റെ ദേഹമെന്ന തിരശ്ശീല കീറിയാണ്. തൻ്റെ ശരീരമാകുന്ന ആ തിരശ്ശീല അത് കീറിയാണ് കർത്താവ് നമുക്ക് ആ സ്വർഗരാജ്യത്തിലുള്ള പ്രവേശനം സാധ്യമാക്കി തന്നത്. അതുകൊണ്ട് നമ്മളിന്ന് അതിന് ആ സാധ്യമാക്കി തന്നതിൽ അതിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട പ്രതികരണമുണ്ട്. അതാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആരാധനകളും. അതിന് നമ്മളെ ഏറെ സഹായിക്കുന്നത് നമ്മുടെ കർത്താവ് പറഞ്ഞ ദൈവത്തിൻ്റെ വചനങ്ങളാണല്ലോ. അത് വായിക്കുവാനും ധ്യാനിക്കുവാനും ആ വേർപാടിൻ്റെ നടിച്ചുവർ കർത്താവ് നമുക്ക് ആ ഇടിച്ചു കളഞ്ഞതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് ഇടയായിട്ട് തീരണം. ഞങ്ങളെല്ലാവരും ഇന്ന് 35-ാം അധ്യായം വായിക്കണം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.